എറണാകുളത്ത് പമ്പ് ഹൌസിലെ വാട്ടർ ടാങ്ക് തകർന്ന് വ്യാപക നാശനഷ്ടം. തമ്മനത്ത് വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ വാട്ടർ ടാങ്കാണ് തകർന്നത്. വെള്ളം ഇരച്ച് പുറത്തേക്കൊഴുകി മതിലും റോഡും തകർന്നു. നിരവധി വീടുകളിൽ വെള്ളം കയറി. സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ തകർന്നു. വെള്ളം ഇരച്ചു കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അർജുൻ വട്ടന്നൂരുണ്ട് സ്ഥലത്ത് നിന്ന്. അർജുൻ 45 വർഷത്തോളം പഴക്കമുള്ളതാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഒപ്പം 1 കോടിയിലധികം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കാണ് തകർന്നിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ, നമ്മൾ ആ ദൃശ്യങ്ങൾ, വെള്ളം കയറുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ കാണുന്നുണ്ട്. അത്രയേറെ ആശങ്കപ്പെട്ട് കാണുമ്പോൾ 2:30 സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ശ്രുതി, വലിയ നാശനഷ്ടമാണ് കൊച്ചി നഗരത്തിലെ തമ്മനത്ത് ഉണ്ടായത്. ഈ വാട്ടർ ടാങ്കിനോട് ചേർന്നുള്ള ഒരു വീട്ടുമുറ്റത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇരുചക്ര വാഹനങ്ങളടക്കം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മാത്രവുമല്ല, ഈ വീടിന്റെ മുറ്റത്ത് ഏതാണ്ട് വലിയ അളവിൽ തന്നെ ഇത്തരത്തിൽ മണലും പൂഴിയും ഒക്കെ തന്നെ അടിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ പൂർണ്ണമായും മതിലുകളടക്കം നശിച്ചു. മതിലുകൾ തകർന്ന വെള്ളം ഇരച്ച് ഈ വീടുകളിലേക്കും മറ്റും എത്തുകയായിരുന്നു. മാത്രമല്ല, ഈ വീടിന്റെ മുറ്റത്ത് ഈ റോഡിൽ, അതായത് മതിലിനോട് ചേർന്ന റോഡിന്റെ ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന കാറാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ കാറിന്റെ മുകളിലേക്കാണ് ഈ വെള്ളം ഇരച്ചു വന്നപ്പോൾ ഈ മതിൽ തകർന്ന് ആ കാറിന്റെ മുകളിലേക്ക് വീഴുന്നു. അങ്ങനെ പൂർണ്ണമായും ഈ മേഖലയാകെ ഇത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യമാണ്. ചേച്ചി, ഇത് എപ്പോഴും 2:20 രാവിലെപ്പിന് ഞങ്ങളപ്പോൾ തന്നെ അറിഞ്ഞായിരുന്നു. ഞങ്ങൾ പിന്നെ മുകളിൽ കിടക്കുന്നായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. പിന്നെ ആൾക്കാർ അവിടെ വെള്ളം ചെന്നപ്പോഴത്തേക്ക് വന്നാണ് ചെയ്തത്. വീട്ടിലേക്ക് അകത്തോട്ട് കരണ്ട് കയറിയിട്ടുണ്ടോ? അകത്ത് ബാക്കിൽ കൂടി കുറച്ച് കയറി, ഫ്രണ്ടിൽ പിന്നെ അതിങ്ങനെ പെട്ടെന്നുള്ള ഫോഴ്സിൽ അങ്ങോട്ട് മണ്ണ് ഇങ്ങോട്ട് വന്നു. അത് തന്നെയാണ് അവസ്ഥ. അതായത് ഇത്തരത്തിൽ ഈ കാണുന്നതാണ് വാട്ടർ ടാങ്ക്. ആ ടാങ്കിനോട് ചേർന്ന് അവിടെ നിന്ന് ആ ടാങ്കിന്റെ ആ ഭാഗത്താണ് ഇത്തരത്തിൽ പൂർണ്ണമായും തകർന്നത്. അവിടെ നിന്ന് വെള്ളം ഇരച്ച ഈ വീടുകളിലേക്കും മറ്റും എത്തുകയായിരുന്നു. ഏതാണ്ട് 10-15 എന്താ ചേച്ചി? മോട്ടർ, ഇൻവെർട്ടർ, ബാറ്ററി ഒക്കെ പോയി. മോട്ടർ, ഇൻവെർട്ടർ, ബാറ്ററി, വാട്ടർ ടാങ്ക് ഒക്കെ പോയി. വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടമാണ് എന്ന് പറയേണ്ടി വരും. സാധാരണ രാത്രി 2:30 ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അറിഞ്ഞിരുന്നില്ല. പല വീടുകളിലും വെള്ളം എത്തി. അത്തരത്തിൽ ആളുകളും മറ്റും ഫോൺ വിളിച്ച് പറഞ്ഞ് മറ്റുമാണ് പല വീടുകളിലും പരസ്പരം ഈ സംഭവങ്ങൾ അറിയിക്കുന്നതും. അത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ഇരുചക്ര വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ മതില് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ഈ വീടിന്റെ താഴെ ഭാഗത്തേക്ക് ഏതാണ്ട് 10-ലധികം വീടുകളുണ്ട്. ആ വീടുകളിലേക്കും കാര്യമായി തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് കാണാം, ഇത് ഇപ്പം അടുത്ത കാലത്ത് ടൈൽ ചെയ്ത ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡിലേക്കാണ് ഈ പറയുന്ന മതിലൊക്കെ തന്നെ പൂർണ്ണമായും ഇടിഞ്ഞു വീണ ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചതുപോലെ ഈ കുടുംബാരോഗ്യ കേന്ദ്രമുണ്ട്. അതോടൊപ്പം തന്നെ ചേട്ടാ, ഇവിടെയുള്ള ആളല്ലേ ചേട്ടാ? ഇവിടെയല്ലേ താമസിക്കുന്നേ? എന്താ സംഭവിച്ചത്? പുലർച്ചെയാണ് സംഭവിച്ചത്. പെട്ടെന്ന് വെള്ളം പോയിച്ചിലൊന്ന് കംപ്ലീറ്റ് അങ്ങോട്ട് പൊട്ടിപ്പോയി. അങ്ങനെ ആരും കണ്ടുണ്ടായില്ല. ഇവിടെ ആരെ കുത്താപ്പാടുന്ന ഇതാണല്ലോ, അതിലൊരു കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഇവിടെ വീട് നിറച്ചു വെള്ളമുള്ള ടാങ്കിൽ ഇഷ്ടംപോലെ വെള്ളമാണ് ഇങ്ങനെ പോകുന്നത്. എന്താ ഇപ്പം കുറെ കാര്യമായിട്ട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ വീട്ടിലെ? എഡിറ്റിംഗ് സിസ്റ്റം ആണ്. 1 ലക്ഷം രൂപ വില വരുന്നത് എഡിറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ ബേസിക്. അതിനകത്തൊക്കെ വെള്ളം കയറിപ്പോയി. പിന്നെ എന്തായിരുന്നു, വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, പിന്നെ അത്യാവശ്യം തുണി, നല്ല സാധനമല്ല. അതിനകത്ത് ഇപ്പോൾ വെള്ളം പുറത്തോട്ട് പോകുന്നില്ല. പെട്ടെന്നാണ് വെള്ളം കയറി വന്നത്. അതിനാണ് ശ്രുതി, ചില ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണിക്കാം. ആളുകൾ ഇത്തരത്തിൽ ഈ വീടിനുള്ളിൽ കയറിയ ആ വെള്ളവും ചളിയും ഒക്കെ തന്നെ ഇത്തരത്തിൽ മോട്ടോറും മറ്റും ഉപയോഗിച്ച് കളയുന്ന ചില ദൃശ്യങ്ങൾ കാണിക്കാം. ഇതൊരു ചെറിയ ഫ്ളാറ്റാണ്. ഇവിടെ നിരവധി താമസക്കാരുണ്ട്. ഈ താഴെ നിലയിലുള്ള എന്താ ചേട്ടാ? MLA ഉണ്ട്. ഇപ്പോൾ MLA അടക്കമുള്ളവർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഉമാ തോമസ് MLA അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ സംഭവം അറിഞ്ഞ ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇത്തരത്തിൽ പൂർണ്ണമായും വെള്ളം വീട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് കളയുകയാണ്. ഇത്തരത്തിൽ ചേട്ടാ, കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? ഇതിവിടെ വെള്ളം കയറിയെന്ന് മാത്രമേ ഉള്ളൂ. വേറെ
ഈ വീടിന്റെ ഉൾഭാഗമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് പൂർണ്ണമായും വെള്ളം കയറിയ അവസ്ഥയിലാണ്. ഇത് ഈ മോട്ടോർ ടാങ്കിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഏതാണ്ട് താഴ്ന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിൽ ഇപ്പോൾ ഉമാ തോമസ് MLA അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. MLAയുടെയും പ്രതികരണം നമുക്ക് തേടുകയും ചെയ്യാം. വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നൊരു വലിയ വീഴ്ചയിലുണ്ടായത്. വീഴ്ചയാന്ന് പറയത്തില്ല, ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ സംഭവിക്കും എന്നറിയില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ കാലപ്പഴക്കം നമ്മളിത് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. നമുക്ക് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. കാലപ്പഴക്കം എന്ന് നാട്ടുകാർ പറയുമ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, അതിന് വിള്ളലുണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ അത് അവരോട് ചോദിച്ചറിയണം. ഞാനിപ്പോൾ ഇത് അറിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വരികയാണ്. ഞാൻ സ്പോട്ടിലേക്ക് പോയിട്ടില്ല. ഞാനിവിടെ ബാക്കി ഇങ്ങനെ ആളുകളുടെ ഇടയിലൊക്കെ അവരുടെ വീട്ടിൽ വെള്ളം കയറിയെന്ന് അവർക്കൊന്നും എമർജൻസി പ്രശ്നമില്ലാതെ വരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഇനി കുടിവെള്ളം മുടങ്ങും എന്നുള്ളത് പറയണത് തൃപ്പൂണിത്തുറ മേഖലയിൽ മുഴുവൻ വെള്ളം മുടങ്ങും എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്ഷാമമാണ് ഇവിടെ. കുടിവെള്ളം കിട്ടാതെ ആളുകളെല്ലാം ഇപ്പം കഴിഞ്ഞ ദിവസം പൂണിത്തുറ ഭാഗത്തൊക്കെ പോയിട്ട് ആളുകൾ വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ലഭ്യമല്ലാതെ ഇരിക്കുമ്പോൾ ഉള്ള വെള്ളം പോലും ഒഴുകിപ്പോയി എന്ന് പറയുമ്പോൾ അല്ലാതെ നമുക്കിപ്പോൾ ഇടപെട്ട് എന്തായാലും വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതി പറയുന്നത്, അതായത് നേരത്തെ തന്നെ ഓവർഫ്ലോ ഒക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും പരാതി പറഞ്ഞിരുന്നു, ആരും അതിനനുസരിച്ചുള്ള നടപടി എടുത്തിട്ടില്ല എന്നാണ് ഈ പ്രദേശത്തുള്ളവർ പരാതി പറയുന്നത്. ഓവർഫ്ലോ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നോട് ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷേ ചിലപ്പം സമീപവാസികൾക്കാണത് അതിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുക. അപ്പം അതുകൊണ്ട് അവർ പറയുന്നത് വളരെ കറക്റ്റ് ആയിരിക്കും, ഒരു സംശയമില്ല. ഇപ്പോൾ ഇവിടെ 2 വീലർ പാർക്ക് ചെയ്ത് വെച്ചാൽ 2 വീലർ പോലും ഒഴുകിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ വെള്ളത്തിൻ്റെ തള്ളിച്ച എന്തോരം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു അപകടം സംഭവിക്കുമ്പോൾ അത് നമുക്ക് എങ്ങനെ നിവർത്തീകരിക്കണം, പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ആദ്യം ശ്രദ്ധിച്ചിട്ട് പിന്നെ വീഴ്ചയെക്കുറിച്ച് ഏതൊക്കെ ഭാഗങ്ങളിൽ കുടിവെള്ളം മുടങ്ങും എന്നതിനെ കുറിച്ചൊരു വ്യക്തത കൊടുക്കാൻ പറ്റുമോ ജനങ്ങൾ? എത്ര ഭാഗത്തേക്ക് വെള്ളം മുടങ്ങുന്നു തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൂടി അന്വേഷിക്കണം. അത് തന്നെയാണ്, അതായത് ഇത്തരത്തിലൊരു താൽക്കാലിക സംവിധാനം. ഈ വലിയ നാശനഷ്ടം തന്നെയാണ് പല വീടുകൾക്കും ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇനി വെള്ളം മുടങ്ങുക തൃപ്പൂണിത്തുറ ഭാഗത്താണ് എന്നുള്ളത് കൂടിയാണ് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ വലിയ നാശനഷ്ടം തന്നെയാണ് ആ സംഭവം. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം നാശനഷ്ടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. അർജുൻ മട്ടന്നൂരാണ് സ്ഥലത്ത്